ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പാണന്മാരുടെ പാട്ട് ഇങ്ങനെ വായിച്ചു പോകുക എന്ന് പറയുന്ന ഗതികേടാ. നമുക്ക് പരിചയമുള്ളവരോ നമ്മളുടെ പ്രിയപ്പെട്ടവരോ നമുക്കിഷ്ടമുള്ള കാഴ്ചകളോ ഇതൊക്കെയാണല്ലോ നമ്മളുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ പോസ്റ്റ് വിവിധ പോസ്റ്റുകളിൽ വരുന്നു. അവരുടെ ഒരു ജീവചരിത്രം, അവരുടെ ഒരു പൊളിറ്റിക്കൽ ചരിത്രം എന്ന നിലയ്ക്ക് ഇതിങ്ങനെ വായിച്ചു പോകാൻ നമ്മൾ ബാധ്യസ്ഥരാകുക. 4-5 പോസ്റ്റ് നമ്മളുടെ സാധാരണ ചോയ്സ്, അതിനപ്പുറത്തേക്ക് ദാ വരുന്നു കേസിയുടെ ഫോട്ടോ, ദാ വരുന്നു വീഡിയോയുടെ ഫോട്ടോ, ദാ വരുന്നു ചെന്നിത്തലയുടെ ഫോട്ടോ എന്ന നിലയ്ക്കാണ് ഇതുണ്ടാകുന്നത്. മേന്മകളുടെ ഒരു വിളംബരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ എന്നുള്ളതാണ്. മഹൽ ചരിതങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാനന്തര കാലത്ത്, സാമൂഹ്യ മാധ്യമ കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാധാരണ ഒരു പിറന്നാളോ കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളോ വരുന്ന സമയത്ത് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ താരങ്ങളുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അതിൽ കാണുന്ന കുറേ വാചകങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കനൽ വഴി താണ്ടി വന്നവൻ, പ്രതീക്ഷയുടെ ചെറുവെളിച്ചമായവൻ, സംഘടനാ മികവ് കൊണ്ട് അമ്പരപ്പിച്ചവൻ, മാസ്റ്റർ ഡിസൈനർ, ഉയർത്തെഴുന്നേൽപ്പിന് വളമാകുന്നവൻ, വിയർപ്പ് പൊടിച്ചവൻ. ഈ നിലയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്ന ഭാഷാശേഷിയോടുകൂടിയാണ് ഈ സാഹിത്യ ഉത്സവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് കാണുന്ന സാധാരണ മനുഷ്യന്മാർക്ക് ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട്. ആ സാമാന്യ ബോധവും ഈ ഏറ്റവും വിശ്വസ്തരായ മനുഷ്യരുടെ അവകാശവാദങ്ങളും കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഈ തലയെടുപ്പുള്ള നേതാക്കൾ വന്നു നിന്നിട്ട് അടങ്ങണം, ശബ്ദം ഉണ്ടാക്കരുത്, ഒന്ന് കഴിയട്ടെ, ഇപ്പോൾ ഇതിനുള്ള അവസരമല്ല എന്ന് പറയുന്നത് നല്ല അസ്സല് നാടകമാണ്.